കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, ദ VS-EPR തിയറി. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മൾ ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിനെ പറ്റി പഠിച്ചിരുന്നു. ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമ്മളന്ന് കണ്ടത്, ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. മെയിനായിട്ടും ലൂയിസ് ഡോട്ട് സ്ട്രക്ചറിൽ എങ്ങനെ ബോണ്ടഡ് ഇലക്ട്രോൺസും നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയാം, ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരാണ്. അതായത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ളവരായിരിക്കും ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. പക്ഷേ നോൺ ബോണ്ടിങ് ഇലക്ട്രോൺസ്, അതായത് മെയിനായിട്ടും ലോൺ പെയർ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അത് യാതൊരു പണിയും എടുക്കാതെ എന്ത് ചെയ്യുന്നു, ആ മോളിക്യൂളിലുള്ള സെൻട്രൽ ആറ്റത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു ലോബ് ഫോമിൽ അവിടെ ചുമ്മാ നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അമോണിയയുടെ സ്ട്രക്ചർ കണ്ടപ്പോൾ, ഡൈപോൾ മൊമെൻറ്റ് കണ്ടപ്പോൾ നോക്കിയപ്പോൾ നമ്മൾ എങ്ങനെ ലോൺ പെയറിനെ കാണിച്ചിരിക്കുന്നതെന്ന് അവിടെ പറഞ്ഞിരുന്നു. ഒരു ലോബ് പോലെ, നൈട്രജൻ ആറ്റത്തിന് തൊട്ട് മുകളിൽ ഒരു ലോബ് പോലെയാണ് നമ്മൾ ലോൺ പെയർ ഇലക്ട്രോൺസിനെ കണ്ടിരുന്നത്. അപ്പോൾ ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ലോക്കലൈസ്ഡും നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ആയ ലോൺ പെയേഴ്സ് ഡീലോക്കലൈസ്ഡുമാണ്. അതായത് ലോൺ പെയർ ഇലക്ട്രോൺസിന് അവർക്ക് ആ ലോബ് പോലെയുള്ള സ്പെറിക്കൽ സർഫസിൽ എവിടെ വേണമെങ്കിലും അവർക്ക് നിൽക്കാനായിട്ട് പറ്റും. പക്ഷേ ബോണ്ടഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും, രണ്ട് ഇലക്ട്രോണുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് അവിടെ ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് അവിടെ നിന്ന് അനങ്ങാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ബോണ്ടഡ് ഇലക്ട്രോൺസ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസിന് ലോൺ പെയർ ഇലക്ട്രോൺസിനെ പറ്റിയൊക്കെ നമുക്കറിയാം. ഇനി ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ദ VS-EPR തിയറി ഉപയോഗിച്ചാണ് നമ്മൾ പറയുക. ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഇതിൽ കോവാലൻ്റ് ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസിനെയാണ് കൺസിഡർ ചെയ്യുക. ഷേപ്പ് ഓഫ് മോളിക്യൂൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും സാധിക്കും. ഈ തിയറിയുടെ പേര് പോലെ തന്നെ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിനിടയിൽ ഒരു റിപ്പൽഷൻ ഉണ്ടെന്ന് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് സിഡ്ജ്വിക് ആൻഡ് പൗവൽ, and it was later modified by Nyholm and Gillespie. VS-EPR തിയറിയിൽ വാലൻസ് ഷെൽ എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. വാലൻസ് ഷെൽ എന്താണെന്ന് നമുക്കറിയാം. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെയാണ് നമ്മൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺ എന്ന് വിളിക്കുക. ആ വാലൻസ് ഷെൽ ഇലക്ട്രോൺ മാത്രമാണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബെറിലിയം ആറ്റം എടുത്തു കഴിഞ്ഞാൽ ബെറിലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 2 ആണ്. അപ്പോൾ ലാസ്റ്റ് ഷെല്ലിൽ വന്നിരിക്കുന്ന 2 ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ ഈ 2 ഇലക്ട്രോൺസ് മാത്രമാണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ബെറിലിയത്തിൻ്റെ കേസിൽ. അവയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, വാലൻസ് ഷെൽ ഇലക്ട്രോൺ എന്ന് വിളിക്കുക. ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺ മാത്രം ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കൊണ്ട് VS-EPR തിയറിയിൽ ഈ വാലൻസ് ഷെൽ ഇലക്ട്രോണിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. റിപ്പൽഷൻ എന്ന് പറയുന്ന വാക്ക്, തിയറിയിലെ റിപ്പൽഷൻ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം. എന്താണ്? വികർഷണം അല്ലേ? രണ്ട് പേര് തമ്മിൽ അട്രാക്ഷൻ ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് നമ്മൾ റിപ്പൽഷൻ എന്ന് പറയുക. ആ റിപ്പൽഷനെയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് VS-EPR തിയറി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഏതൊരു തിയറി ഉള്ളതുപോലെ ഈ തിയറിക്കും VS-EPR തിയറിക്കും എന്തുണ്ട്, കുറേ പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോസ്റ്റ്ലേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്, ദ ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ്, ദറ്റ് ഈസ് VS-EPs അറൗണ്ട് ദി സെൻട്രൽ ആറ്റം. ഒരു സെൻട്രൽ ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും എത്ര വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് ഉണ്ടെന്ന് നോക്കുന്നു. തന്നെ നമ്മൾ VS-EP എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി വരുന്ന എക്സാമ്പിൾസിലൊക്കെ നമ്മൾ VS-EP എന്നുള്ള വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. VS-EP എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ്. ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ നമ്പറിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ്. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്, ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് റിപ്പൽ ഈച്ച് അതർ. നമുക്കറിയാം, ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. നമുക്ക് വേറൊരു കാര്യം അറിയാം, രണ്ട് ഇലക്ട്രോണുകൾ തമ്മിലാണ് ഒരു ബോണ്ട് ഫോം ചെയ്യുക. അപ്പോൾ ഈ ഇലക്ട്രോണുകൾക്കിടയിൽ എന്തുണ്ട്, ഒരു റിപ്പൽഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റിപ്പൽഷനെയാണ് ഇവിടെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് പറഞ്ഞിരിക്കുക. ദ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് റിപ്പൽ ഈച്ച് അതർ. അപ്പോൾ ഒരു വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണും നെക്സ്റ്റ് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക.
ലൈക്ക് ചാർജസ് റിപ്പൽ എന്നുള്ള നമുക്ക് കാര്യം അറിയാം. ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ആ ഒരു കാര്യം കൂടി നോക്കിയിട്ടാണ് നമ്മളിവിടെ റിപ്പൽഷനെ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ്ലി ചാർജ്ഡാണ്. ആ നെഗറ്റീവ് ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൽഷൻ ഉണ്ട്. Third postulate, in order to reduce the repulsion, the electron pairs stay at maximum distance. നമ്മൾ സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ ഇലക്ട്രോണുകൾക്കിടയിൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പയേഴ്സിനിടയിൽ റിപ്പൽഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ റിപ്പൽഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇലക്ട്രോൺ പയേഴ്സിനെ കൂടുതൽ അകലത്തിൽ നിർത്താനായിട്ട് നോക്കണം. നമുക്കൊരു കാര്യം അറിയാം, രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും അടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരെ തമ്മിൽ അകറ്റി നിർത്തണം. അവരെ തമ്മിൽ കൂടുതൽ ഡിസ്റ്റൻസിൽ കുറച്ച് അകറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടി കുറയ്ക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ കേസിലും ചെയ്യേണ്ടത്. അവർ തമ്മിലുള്ള ആ റിപ്പൽഷനെ കുറയ്ക്കാനായിട്ട് നമ്മൾ അവരെ കുറച്ച് അകലത്തിൽ മാറ്റി നിർത്തുക, അടുത്ത് വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് തേർഡ് പോസ്റ്റുലേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഫോർത്ത് പോസ്റ്റുലേറ്റ്, ദ പ്രസൻസ് ഓഫ് ലോൺ പെയേഴ്സ് കോസ് ഡിസ്റ്റോർഷൻ ഇൻ ദ എക്സ്പെക്റ്റഡ് ജോമെട്രി ഓഫ് ദ മോളിക്യൂൾ. നമ്മൾ ലോൺ പെയർ എന്താണെന്ന് മുമ്പേ ഒന്ന് പറഞ്ഞിരുന്നു. ലോൺ പെയർ ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അവർ ചുമ്മാ ഒരു പണി എടുക്കാതെ അവിടെ അത് സെൻട്രൽ ആറ്റത്തിന് ചുറ്റും ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ള ഒരു മോളിക്യൂളിൽ എന്ത് പ്രശ്നമുണ്ട്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ജോമെട്രിയേക്കാളും ചെറിയൊരു ചേഞ്ച് ഉള്ള ഒരു ജോമെട്രി ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് എക്സ്പെക്റ്റഡ് ജോമെട്രിയിൽ നിന്നും ഒരു ഡിസ്റ്റോർഷനുള്ള ജോമെട്രി ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി fifth postulate, the valence shell is taken as a sphere with the electron pairs localizing on the spherical surface at a maximum distance from one another. നമ്മൾ ഈ വാലൻസ് ഷെൽ ഇലക്ട്രോൺസിനെ എല്ലാം ഒരു സ്പിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അവിടെ ഈ ഇലക്ട്രോൺ പെയർസ് ലോക്കലൈസ് ചെയ്യുന്നത് ബോണ്ടഡ് ഇലക്ട്രോൺസ് മാത്രമാണ്. ഡീലോക്കലൈസ്ഡ് ആയിട്ടായിരിക്കും ലോൺ പെയർ ഇലക്ട്രോൺസ് നിൽക്കുക. ഈ സിക്സ്ത് പോസ്റ്റുലേറ്റ്, എ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ടേക്കൻ ആസ് ഇഫ് ഇറ്റ് ഈസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ and the 2 or 3 electron pairs of a multiple bond are treated as a single super pair. അപ്പോൾ നമ്മളിവിടെ ലോൺ പെയർ ബോണ്ട് പെയർ ഡിഫറൻസും അതേപോലെ മോളിക്യൂളിൻ്റെ ഷേപ്പും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഇവിടെ എടുക്കുന്നത്, ഒരു ഡബിൾ ബോണ്ടോ ഒരു ട്രിപ്പിൾ ബോണ്ടോ ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടായിരിക്കും എടുക്കുക. സിംഗിൾ ബോണ്ടിനെ സിംഗിൾ പെയർ ആയിട്ടും സിംഗിൾ ഇലക്ട്രോൺ പെയർ ആയിട്ടും എടുക്കുന്നു. ഡബിൾ ബോണ്ടിനെയും ട്രിപ്പിൾ ബോണ്ടിനെയും സിംഗിൾ സൂപ്പർ പെയർ ആയിട്ടും എടുക്കുന്നു. The sixth postulate, the repulsion between two lone pairs of electrons is different from those between two bond pairs or between a lone pair and a bond pair. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ആ മോളിക്യൂളിൻ്റെ ഇടയിൽ എന്തൊക്കെയുണ്ട്? ലോൺ പെയർ റിപ്പൽഷൻ ഉണ്ട്, ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉണ്ട്, ബോണ്ട് പെയർ റിപ്പൽഷനും ഉണ്ട്. ലോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷനും ലോൺ പെയറും ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷനും ബോണ്ട് പെയറും തമ്മിലുള്ള 3 ടൈപ്പ് റിപ്പൽഷൻസ് ആണ് ഒരു മോളിക്യൂളിന് ഉള്ളത്. അപ്പോൾ ഈ ലോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷൻ ആയിരിക്കും ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത്. അതിന് ശേഷമായിരിക്കും ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഉള്ളത്. ഏറ്റവും കുറവ് ബോണ്ട് പെയർ തമ്മിലുള്ള റിപ്പൽഷൻ ആയിരിക്കും. ഇനി 8th പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത്, ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഇലക്ട്രോൺ പെയർസ് ഇൻക്രീസസ് ദ റിപ്പൽഷൻ ഡിക്രീസസ്. നമ്മൾ റിപ്പൽഷൻ ഇലക്ട്രോൺ പെയർസ് തമ്മിലുള്ള റിപ്പൽഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് അവരെ മാക്സിമം ഡിസ്റ്റൻസ് നിർത്തണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ മാക്സിമം ഡിസ്റ്റൻസ് നിർത്തുമ്പോൾ ആംഗിൾ എന്ത് ചെയ്യും? ആംഗിൾ കൂടി വരും. ആംഗിൾ കൂടുമ്പോൾ നമുക്ക് റിപ്പൽഷനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി, VSEPR തിയറി ഉപയോഗിച്ച് ഒരു മോളിക്യൂളിൻ്റെ ജോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മെയിനായിട്ട് മോളിക്യൂൾസിനെ 2 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് മോളിക്യൂൾ കണ്ടെയ്നിങ് ഓൺലി ബോണ്ട് പെയർ ഓഫ് ഇലക്ട്രോൺസ്. സെക്കൻഡ് വൺ മോളിക്യൂൾ കണ്ടെയ്നിങ് ബോത്ത് ബോണ്ട് പെയർസ് ആൻഡ് ലോൺ പെയർസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ ലോൺ പെയർ ഇല്ലാത്ത മോളിക്യൂൾസിനെ മാത്രം, അതായത് ബോണ്ടിങ് പെയർ ഓഫ് ഇലക്ട്രോൺസ് മാത്രമുള്ള മോളിക്യൂൾസിനെ നോക്കുന്നു. സെക്കൻഡ് കേസിലാണ് നമ്മൾ ലോൺ പെയേഴ്സും കൂടെയുള്ള മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുക. നമ്മൾ VSEPR തിയറിയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ലോൺ പെയർ ഉള്ള മോളിക്യൂളിൽ എന്തുണ്ട്? നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ജോമെട്രിയേക്കാളും ചേഞ്ച് ഉള്ള ഒരു ജോമെട്രി ആയിരിക്കും നമുക്ക് കിട്ടുക. അത് ഡിസ്റ്റോർഷൻ ഉള്ള ഒരു ജോമെട്രി. ഇനി നമ്മൾ ഫസ്റ്റ് കേസ് നോക്കുവാണ്. ലോൺ പെയർ ഇല്ലാത്ത, അതായത് ബോണ്ട് പെയർസ് മാത്രമുള്ള മോളിക്യൂളിനെയാണ് നോക്കുന്നത്. ഇതിനെ മെയിനായിട്ട് നമ്മൾ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുവാണ്. AB2 ടൈപ്പ്, AB3 ടൈപ്പ്, AB4 ടൈപ്പ്, AB5 ടൈപ്പ് ആൻഡ് AB6 ടൈപ്പ്. ഇവിടെ എയും ബിയും ക്യാപിറ്റൽ ലെറ്റർ ആണെന്ന് ഓർക്കുക.
എ എന്ന് പറയുന്നത് സെൻട്രൽ ആറ്റമായിട്ട് നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുവാണ്. എ ബി എന്നുള്ളത് ആറ്റംസ് ഒന്നും അല്ലെന്ന് നമുക്കറിയാം. B2 എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്നതിന് സെൻട്രൽ ആറ്റം, ഏതെങ്കിലും ഒരു സെൻട്രൽ ആറ്റം, ആ മോളിക്യൂളിനുള്ള സെൻട്രൽ ആറ്റം ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന നമ്പർ ഓഫ് ബോണ്ട് പെയർസ് ആണ്. എത്ര ബോണ്ട് പെയർ ഉണ്ട് എന്നുള്ളതിൻ്റെ നമ്പറാണ് ബി എന്ന് പറയുന്ന ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ മെയിനായിട്ട് 5 ടൈപ്സ് ഉണ്ട്. അപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ ഫസ്റ്റ് കേസിൽ B2 2 എന്നുള്ളത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു? 2 ബോണ്ട് പെയർസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് കേസിൽ B3 ആണെങ്കിൽ 3 ബോണ്ട് പെയർസ് ആണുള്ളത്. തേർഡ് കേസിൽ B4 ആണെങ്കിൽ 4 ബോണ്ട് പെയർസും, B5 5 ബോണ്ട് പെയർസും, B6 6 ബോണ്ട് പെയർസും ആണുള്ളത്. ഇതിലെന്തില്ല? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ല. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ജോമെട്രി കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ 5 എണ്ണത്തിനെയും സെപ്പറേറ്റ് എടുത്ത് നോക്കാം. അതിൻ്റെ അകത്തെല്ലാം എത്ര വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്നും അതിൻ്റെ ജോമെട്രി ഏതാണെന്നും അതിൻ്റെ ആംഗിൾ, അതായത് ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണെന്നും നോക്കാം. ഫസ്റ്റ് കേസ് B2 ടൈപ്പാണ്. ആദ്യം പറഞ്ഞിരിക്കുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസിൻ്റെ എണ്ണം 2 ആണ്. അത് B2 ടൈപ്പിൽ ബിയുടെ തൊട്ട് താഴെയുള്ള നമ്പറിനെ തന്നെയാണ് എത്ര ബോണ്ടഡ് പെയർസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ B2 ആ 2 തന്നെയാണ് നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് എന്ന് പറയുന്നത്. ആ കേസിൽ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പ് ആയിരിക്കും. ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി. ഫിഗർ നോക്കുക. അതിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ആറ്റം എടുക്കുന്നു. 2 സൈഡിലുമായിട്ട് 2 ബി ആറ്റത്തിനെയും വെക്കുന്നു. രണ്ടുപേരും തമ്മിൽ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്? ഒരു ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. എ ബി ബോണ്ടാണ് അവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഇവർ തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ആ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിൾ അത് 180 ഡിഗ്രിയാണ്. മെയിൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബെറിലിയം ക്ലോറൈഡ്, മെർക്കുറസ് ക്ലോറൈഡ്. ബെറിലിയം ക്ലോറൈഡിൻ്റെ അകത്ത് 2 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. ആ 2 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസും 2 ക്ലോറിനുമായിട്ട് ജോയിൻ ചെയ്ത് ബോണ്ട് മാത്രം ഫോം ചെയ്യുന്നു. 2 ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെയാണ് 2 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് B2 ടൈപ്പ് മോളിക്യൂളിൽ ഫോം ചെയ്യുക. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് B3 ടൈപ്പാണ്. അതിൻ്റെ അകത്ത് ടോട്ടൽ 3 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. ഷേപ്പ് എന്ന് പറയുന്നത് ട്രൈഗണൽ പ്ലാനാർ ഷേപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ BF3 ഡൈപോൾ മൊമെൻറ്റ് പറഞ്ഞപ്പോൾ അവിടെ വരച്ചിരുന്നത് ട്രൈഗണൽ പ്ലാനാർ ഷേപ്പിലുള്ള BF3 ആണ്. BF3 ഷേപ്പ് എല്ലായ്പ്പോഴും ട്രൈഗണൽ പ്ലാനാർ ആയിരിക്കും. കാരണം 3 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഉള്ള എല്ലാ മോളിക്യൂളിൻ്റെയും ഷേപ്പ് എന്ന് പറയുന്നത് ട്രൈഗണൽ പ്ലാനാർ ആയിരിക്കും. അതിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയുമായിരിക്കും. മെയിൻ എക്സാമ്പിൾസ് BF3 ആൻഡ് BCl3. തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് B4 ടൈപ്പാണ്. 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. 4 എണ്ണം ആണ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് എങ്കിൽ ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രൽ ആയിരിക്കും. ബോണ്ട് ആംഗിൾ 109 ഡിഗ്രി 28 മിനിറ്റ്സ് ആയിരിക്കും. എക്സാമ്പിൾ CH4 NH4+. ടെട്രാഹെഡ്രൽ ഷേപ്പ് നോക്കുക. A ആറ്റം സെൻട്രൽ ആറ്റം ആയിട്ട് ഇരിക്കുന്നു. 4 സൈഡിലുമായിട്ട് ടെട്രാഹെഡ്രൽ ഷേപ്പിൽ B ആറ്റംസ്. അങ്ങനെ 4 AB ബോണ്ടുകളാണ് ടെട്രാഹെഡ്രൽ ജോമെട്രിയിൽ ഉള്ളത്. അടുത്തത് B5 ടൈപ്പാണ്. B5 ടൈപ്പിൽ ആ ബിയുടെ തൊട്ട് താഴെയുള്ള നമ്പർ 5 ആണ്. അതുകൊണ്ട് ടോട്ടൽ 5 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആണ് ഉള്ളത്. ഷേപ്പ് ട്രൈഗണൽ ബൈപിരമിഡൽ ആയിരിക്കും. ബോണ്ട് ആംഗിൾ 2 ബോണ്ട് ആംഗിൾസ് B5 ഒന്ന് 120 ഡിഗ്രി വരുന്നതും ഒന്ന് 90 ഡിഗ്രി വരുന്നതും. അത് ഫിഗറിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്ന AB ബോണ്ടുകൾക്കിടയിലുള്ള ഒരു ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയും ഒരു ആംഗിൾ 120 ഡിഗ്രിയുമായിട്ടാണ് ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പിൽ നമുക്ക് ലഭിക്കുക. അടുത്തത് B6 ടൈപ്പാണ്. ടോട്ടൽ 6 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആണുള്ളത്. 6 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഉള്ള കേസിൽ ഒക്ടാഹെഡ്രൽ ഷേപ്പ് ആയിരിക്കും. ബോണ്ട് ആംഗിൾ 90 ഡിഗ്രിയും. മെയിൻ എക്സാമ്പിൾ SF6 ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ലോൺ പെയർ ഇലക്ട്രോൺസ് ഇല്ലാത്ത മോളിക്യൂൾസിൻ്റെ കേസാണ്. മെയിനായിട്ടും ഫസ്റ്റ് 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിൽ 2 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആണെങ്കിൽ അവിടെ ഷേപ്പ് എന്ന് പറയുന്നത് ലീനിയർ ഷേപ്പ് ആയിരിക്കും. 3 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ ഷേപ്പ് ഏതാണ്? ട്രൈഗണൽ പ്ലാനാർ ഷേപ്പ് ആയിരിക്കും. 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ ടെട്രാഹെഡ്രൽ ഷേപ്പ്. 5 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ. 6 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസിൻ്റെ കേസിൽ
ഒക്ടാഹെഡ്രൽ ഷേപ്പ്. അങ്ങനെ കറക്റ്റ് ഒരു ജിയോമെട്രി നമ്മളവിടെ പറയുന്നുണ്ട്. ടോട്ടൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസിൻ്റെ നമ്പറിൻ്റെ ബേസിസിലാണ് നമ്മളവിടെ ജിയോമെട്രി പറഞ്ഞിരിക്കുന്നത്. ആ ജിയോമെട്രിയിൽ ബോണ്ടുകൾക്കിടയിലുള്ള ആംഗിളും കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സെക്കൻഡ് കേസ് ഓഫ് മോളിക്യൂൾസിനെ എടുക്കുകയാണ്. ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ള കേസിൽ ഈ ലോൺ പെയർ ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ വിചാരിച്ച പോലെ 3 വാലൻസ് ഇലക്ട്രോൺ പെയർസ് ഉണ്ടെങ്കിൽ ട്രൈഗണൽ പ്ലാനർ കിട്ടണമെന്ന് കിട്ടത്തില്ല. കാരണം അവിടെ ലോൺ പെയർ ഇലക്ട്രോൺസ് ഉള്ള കേസിൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയേക്കാൾ ഒരു ചേഞ്ച് ഉള്ള ഒരു ജിയോമെട്രി ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് മെയിനായിട്ടും 7 ടൈപ്പ് ഓഫ് ജിയോമെട്രീസ് ആണ്. 7 ടൈപ്പായിട്ടാണ് മോളിക്യൂൾസ് കണ്ടെയ്നിങ് ലോൺ പെയർസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അത് A, B to E. എന്ന് പറയുന്ന അവിടെ ലോൺ പെയർസിൻ്റെ നമ്പറിനെ സൂചിപ്പിക്കുന്നു. B മുമ്പേ പറഞ്ഞ പോലെ തന്നെ A സെൻട്രൽ ആറ്റം ആണ്, B ബോണ്ടഡ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, E എന്ന് പറയുന്ന ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ നമ്പറാണ്. അങ്ങനെ A, B to E ടൈപ്പിൻ്റെ ആ പേരിൻ്റെ അകത്ത് തന്നെ കാര്യങ്ങളുണ്ട്. A സെൻട്രൽ ആറ്റം ആണ്, B ബോണ്ടഡ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആണ്, E എന്ന് പറയുന്ന നമ്പർ ഓഫ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. A, B to E ടൈപ്പിൽ ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് എത്രയുണ്ട്? 2 ആയിരിക്കും. ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി ഏതായിരിക്കും? അപ്പോൾ ടോട്ടൽ അവിടെ VSEPs 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി ഏതായിരിക്കും? ട്രൈഗണൽ പ്ലാനർ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷേ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് ബെൻഡ് ഷേപ്പ് ആയിരിക്കും. മെയിൻ എക്സാമ്പിൾസ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓസോൺ മോളിക്യൂൾ. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് AB3E ടൈപ്പാണ്. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ഈ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ബോണ്ടഡ് ഇലക്ട്രോൺസും അല്ലെങ്കിൽ ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസും 1 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസുമാണ് AB3E ടൈപ്പിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് കിട്ടി. 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസിൻ്റെ കേസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി ടെട്രാഹിഡൽ ആയിരിക്കും. ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് ലോൺ പെയർസ് ഉള്ളത് കൊണ്ട് ട്രൈഗണൽ പിരമിഡലായിട്ട് ചേഞ്ച് ചെയ്യുന്നു. മെയിൻ എക്സാമ്പിൾ അമോണിയ മോളിക്യൂളാണ്. അവിടെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസിനെയാണ്. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് AB2E2 ടൈപ്പ്. AB2E2 ടൈപ്പിൽ A എന്ന് പറയുന്ന ഒരു സെൻട്രൽ ആറ്റം ഉണ്ട്, ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് 2 എണ്ണം ഉണ്ട്, ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് 2 എണ്ണം ഉണ്ട്. ടോട്ടൽ വാലൻസ് ഇലക്ട്രോൺ പെയർസ് 4 എണ്ണമാണ്. 4 വാലൻസ് ഇലക്ട്രോൺ പെയർസ് വന്നു കഴിഞ്ഞാൽ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി ടെട്രാഹിഡൽ ആയിരിക്കും. ആക്ച്വൽ ഷേപ്പ് പക്ഷേ ഇവിടെ ബെൻഡ് ഷേപ്പാണ്. നെക്സ്റ്റ് കേസ് AB4E ടൈപ്പ്. ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് 5 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് ആണ്. അത് വരുന്നത് എങ്ങനെയാണ്? B എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്തിരിക്കുന്ന ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസ് ആണ്. അവിടെ ബോണ്ടഡ് ഇലക്ട്രോൺ പെയർസ് എത്രയുണ്ട്? 4 ആണ്. AB4 വന്നിരിക്കുന്നുണ്ട്, 4 എണ്ണം ഉണ്ട്. അതേപോലെ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം 1 ആണ്. ടോട്ടൽ 5 VSEPs ഉണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രി ഏതായിരിക്കും? ട്രൈഗണൽ ബൈപിരമിഡൽ ആയിരിക്കും. പക്ഷേ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് സീസോ ഷേപ്പ് ആയിരിക്കും. മെയിൻ എക്സാമ്പിൾ SF4. നെക്സ്റ്റ് കേസ് AB3E2 ടൈപ്പ്. 3 bond pairs of electrons, 2 lone pairs of electron, total VSEPs 5, expected geometry trigonal bipyramidal, actual shape is T-shaped. Next case AB5E type, total number of VSEPs വരുന്നത് 6 ആയിരിക്കും. Number of bonded electron pairs 5, number of lone pairs of electrons 1. Expected shape is octahedral due to 6 VSEPs, but the actual shape is square pyramidal. Main example BrF5. Br bromine is the central atom. രണ്ട് ടോട്ടൽ 5 ഫ്ലൂറിൻ ആറ്റംസ് അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. 1 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ അവിടെ വൈറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കേസ് ഈസ് AB4E2 ടൈപ്പ്. 2 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസും 4 ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസും ആണ് AB4E2 ടൈപ്പിലുള്ളത്. ടോട്ടൽ 6 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്. എക്സ്പെക്റ്റഡ് ജിയോമെട്രി ഏതായിരിക്കും? 6 വരുമ്പോൾ ഒക്ടാഹിഡൽ ആയിരിക്കും. പക്ഷേ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനർ ആണ്. ഇങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജിയോമെട്രിയെക്കാളും ചേഞ്ച് ഉള്ള ഒരു ഷേപ്പ് കിട്ടുന്നതിന് കാരണം ആരാണ്? ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസ്. അവിടെ വന്നിരിക്കുന്ന ഒറിജിനൽ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനർ ഷേപ്പാണ്. മെയിൻ എക്സാമ്പിൾ സിനോൺ
ടെട്രാഫ്ലൂറൈഡ്. ഇനി നമ്മൾ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ കേസിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മോളിക്യൂൾസിൻ്റെ ജോമെട്രി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന അമോണിയ മോളിക്യൂളാണ്. അമോണിയയിൽ സെൻട്രൽ ആറ്റമായിട്ട് നമുക്ക് ആരെ എടുക്കാം? നൈട്രജൻ ആറ്റത്തിനെയാണ് എടുക്കാവുന്നത്. നൈട്രജൻ ആറ്റത്തിൻ്റെ അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിഞ്ഞാൽ 2, 5, അതായത് വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 5 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഈ 5 ഇലക്ട്രോൺസ് ആണ് നമ്മുടെ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. നമുക്കറിയാം വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മാത്രമാണ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ ഈ നൈട്രജൻ ആറ്റത്തിൽ 5 ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവർക്ക് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ തൊട്ടടുത്ത് ആകെ NH3 നൈട്രജൻ്റെ തൊട്ടടുത്ത് ആരേ ഉള്ളൂ? 3 ഹൈഡ്രജൻ ആറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫില്ലാകാതെ എത്ര ഇലക്ട്രോൺസ് കിടക്കും? 2 ഇലക്ട്രോൺസ് അവിടെ ചുമ്മാ കിടക്കും. ആ 2 ഇലക്ട്രോൺസ് ആണ് ലോൺ പെയർസ് ആയിട്ട് അവിടെ നിൽക്കുക. ലോൺ പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ ഒരു ലോൺ പെയർ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ അവിടെ ഒരു ലോൺ പെയർ ഇലക്ട്രോൺ അമോണിയയുടെ കേസിൽ അങ്ങനെയാണ് ഫോം ചെയ്യുക. 5 വാലൻസ് ഇലക്ട്രോൺസ് നൈട്രജനിലുണ്ട്. ആ 5-ൽ 3 എണ്ണം മാത്രമേ 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി മിച്ചമുള്ള 2 പേര് അവിടെ ലോൺ പെയർസ് ആയിട്ട് നിൽക്കുന്നു. ഇപ്പോൾ ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്രയുണ്ട് അവിടെ? 1ഉം ബോണ്ട് പെയർസ് ഓഫ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം എത്ര വരും? ബോണ്ട് പെയർസിൻ്റെ എണ്ണം 3ഉം ലോൺ പെയർസിൻ്റെ എണ്ണം 1ഉം. 2 ഇലക്ട്രോൺ ചേർന്നാലേ ഒരു പെയർ ആവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ 2 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലും ഒരു ലോൺ പെയർ എന്നുള്ള നമ്പർ അവിടെ എടുക്കുക. അപ്പോൾ ടോട്ടൽ 3 + 1, 3 ബോണ്ടഡ് ഇലക്ട്രോൺസ് പ്ലസ് 1 ലോൺ പെയർസ് ഓഫ് ഇലക്ട്രോൺ, ടോട്ടൽ 4 VSEPs ആണ് അമോണിയ മോളിക്യൂളിൽ ഫോം ചെയ്യുക. ഈ 4 വാലൻസ് ഇലക്ട്രോൺ പെയർസ് കാണുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹിഡൽ ആയിരിക്കും. പക്ഷേ ആക്ച്വൽ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറുന്നു? ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പായിട്ട് മാറുന്നു. അങ്ങനെ ബോണ്ട് ആംഗിൾ ടെട്രാഹിഡ്രലിലെ ബോണ്ട് ആംഗിളായ 109 ഡിഗ്രി 28 മിനിറ്റ്സിൽ നിന്ന് ചേഞ്ച് ചെയ്ത് ചെറിയൊരു ആംഗിൾ റെഡ്യൂസ് ചെയ്ത് 107 ഡിഗ്രിയിലാണ് നമ്മുടെ ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പിലുള്ള അമോണിയ മോളിക്യൂളിനെ നമുക്ക് കാണാൻ പറ്റുക. അതിൻ്റെ ഷേപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ട്രൈഗണൽ ബൈപിരമിഡൽ ഷേപ്പ് ഓഫ് അമോണിയ. സെൻട്രൽ ആറ്റമായിട്ട് നമ്മുടെ നൈട്രജൻ ആറ്റം ഉണ്ട്. 3 ഹൈഡ്രജൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. 2 ഇലക്ട്രോൺസ് മാത്രം ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺ ആയിട്ട് ലോൺ പെയർ ആയിട്ട് അവിടെ നിൽക്കുന്നു. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്ന വാട്ടർ മോളിക്യൂളാണ് H2O. H2Oയിൽ സെൻട്രൽ ആറ്റം നമ്മൾ ഓക്സിജൻ ആണ്. ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ 8 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 6 ആണ്. സോ 6 വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. ഈ 6 ഇലക്ട്രോൺസ് ആയിരിക്കും ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷേ അവർക്ക് എന്തേ ഉള്ളൂ? 2 ഹൈഡ്രജൻ ആറ്റം മാത്രമേ അവർക്ക് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര ഇലക്ട്രോൺ മിച്ചം വരും? 2 പേര് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ഇലക്ട്രോൺസ് അവിടെ പണിയൊന്നുമില്ലാതെ അവിടെ നിൽക്കും. ആ പണിയൊന്നുമില്ലാതെ നിൽക്കുന്നവർ പെയർ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ 2 ലോൺ പെയേഴ്സ് ആയിട്ട് അവിടെ വരും. അപ്പോൾ 2 ലോൺ പെയേഴ്സും 2 ബോണ്ട് പെയേഴ്സുമാണ് വാട്ടർ മോളിക്യൂളിൽ ഫോം ചെയ്യുക. അപ്പോൾ ടോട്ടൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് എന്ന് പറയുന്നത് 2 + 2 = 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് ആണ് കിട്ടുക. അപ്പോൾ നമ്മൾ 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയേഴ്സ് കിട്ടുമ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ജോമെട്രി എന്ന് പറയുന്നത് ടെട്രാഹിഡൽ ആയിരിക്കും. പക്ഷേ ഈ ലോൺ പെയേഴ്സ് വന്നതുകൊണ്ട് മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിസ്റ്റോർട്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് V ഷേപ്ഡ് ആയിട്ടുള്ള വാട്ടർ മോളിക്യൂൾ ആയിരിക്കും കിട്ടുക. ബോണ്ട് ആംഗിൾ ചേഞ്ച് ചെയ്യുന്ന ടെട്രാഹിഡലിൻ്റെ ബോണ്ട് ആംഗിളായ 109 ഡിഗ്രി 28 മിനിറ്റ്സിൽ നിന്ന് റെഡ്യൂസ് ചെയ്ത് 104 ഡിഗ്രി 5 മിനിറ്റ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഇൻവേർട്ടഡ് V ഷേപ്പിലുള്ള വാട്ടർ മോളിക്യൂളും കിട്ടുന്നു. ഫിഗർ ഒന്ന് നോക്കുക. സെൻട്രൽ ആറ്റമായിട്ട് ഓക്സിജൻ കൊടുത്തിട്ടുണ്ട്. സെൻട്രൽ ആറ്റത്തിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്ന 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ലോൺ പെയേഴ്സ് ആയിട്ട് എത്ര പേരുണ്ട്? 2 ലോൺ പെയേഴ്സ് അവിടെ ഉണ്ട്. ഇൻവേർട്ടഡ് V ഷേപ്പിലുള്ള വാട്ടർ മോളിക്യൂളും കിട്ടുന്നു. താങ്ക് യു.